ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടാവും. പക്ഷേ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പോലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പോലും ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യുദ്ധം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? പലപ്പോഴും നമ്മൾ പറയും സമാധാനം. കാരണം അങ്ങനെ ഒരു പ്രയോഗം തന്നെയുണ്ട്, വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സമാധാനം എന്നത് ഒരിക്കലും യുദ്ധത്തിന്റെ വിപരീത പദമല്ല. കാരണം സമാധാനം നമുക്ക് എന്നും ഉണ്ടായിരിക്കേണ്ടതാണ്. യുദ്ധത്തിന്റെ വിപരീതം ആക്ച്വലി സെലിബ്രേഷനാണ്, സന്തോഷമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് സെലിബ്രേഷൻ പോയിട്ട്, സന്തോഷം പോയിട്ട്, സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം പോലും എന്താണെന്ന് പിടികിട്ടാതെ എത്രയോ ആളുകൾ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ സ്ത്രീകൾ, എത്രയോ കുട്ടികൾ നെഞ്ചു നീറി കഴിയുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ സമാധാനം പുലരുന്ന നാളുകൾ ഉണ്ടാവട്ടെ എന്നുള്ള അതിയായ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയുമാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്.